ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ 210, 223 വകുപ്പുകൾ പ്രകാരം ഒരു സ്വകാര്യ അന്യായം എങ്ങനെയാണ് കോടതിയിൽ ഫയൽ ചെയ്യുന്നതെന്നും അതിന് തുടർന്ന് കോടതി സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമുക്കറിയാം, പഴയ CRPC ഉണ്ടായിരുന്ന സമയത്ത് 190, 200 വകുപ്പുകൾ പ്രകാരമായിരുന്നു നമ്മൾ സ്വകാര്യ അന്യായം കോടതിയിൽ ഫയൽ ചെയ്യുന്നത്. അതിന് തത്തുല്യമായിട്ടാണ് ഇപ്പോൾ 210, 223 എന്നീ വകുപ്പുകൾ വന്നിരിക്കുന്നത്. ഒരു ചെറിയ മാറ്റം ഇതിനെ തുടർന്ന് വന്നിരിക്കുന്നു എന്നുള്ള ഒരു സംഗതി മാത്രം റെഫർ ചെയ്യാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന ഒരു ചെറിയ മാറ്റം, 223 വന്നിരിക്കുന്ന ഒരു ചെറിയ മാറ്റം പറയാം. അതേപോലെ തന്നെ മുമ്പ് നമ്മൾ 156(3) പ്രകാരം, CRPCയിൽ 156(3) പ്രകാരം പരാതികൾ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഫോർവേഡ് ചെയ്യുന്ന ഒരു നടപടിക്രമം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും വന്നിരിക്കുന്ന ഒരു മാറ്റം 173-ലും 175-ലും തത്തുല്യമായി വന്നിരിക്കുന്ന മാറ്റം എന്താണ് എന്നും ഒന്ന് പരിശോധിക്കാം. ആദ്യമായി, സ്വകാര്യ അന്യായം 2 ഘട്ടങ്ങളിലാണ് നമ്മൾ കോടതിയിൽ സമർപ്പിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് 173(4) പ്രകാരമുള്ള നടപടികൾ പൂർത്തിയായതിനു ശേഷം നമുക്ക് പരിഹാരം ലഭിക്കാതെ വരികയാണെങ്കിൽ നമ്മൾ കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യും. 173(4) പറയുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമായിട്ട് ഒരു സംഭവം ഉണ്ടായാൽ നേരെ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് പരാതി കൊടുക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പരിഹാരം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അടുത്ത് പറയും, നിങ്ങൾ സൂപ്രണ്ട് ഓഫ് പോലീസിന് ഒരു പരാതി കൊടുക്കാൻ പറയും. അപ്പോൾ സൂപ്രണ്ട് ഓഫ് പോലീസിന് ഒരു പരാതി കൊടുത്തിട്ട് പരിഹാരം കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ അടുത്ത നടപടിക്രമം എന്ന നിലയിൽ നമുക്ക് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാം. അതാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ 173(4) പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഘട്ടം വരുന്നത് നോൺ കോഗ്നിസബിൾ കേസുകളിൽ നമുക്ക് സ്വകാര്യ അന്യായം കോടതിയിൽ ഫയൽ ചെയ്യാം. മുമ്പ് ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കോഗ്നിസബിൾ ഒഫൻസുകൾ, നോൺ കോഗ്നിസബിൾ ഒഫൻസുകൾ ഇന്ന് 2 തരത്തിലാണ് നമ്മുടെ കേസുകളെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. പോലീസിന് നേരിട്ട് കേസെടുക്കാൻ സാധിക്കുന്നതും പോലീസിന് നേരിട്ട് കേസെടുക്കാൻ സാധിക്കാത്തതുമായ കേസുകൾ, ഡിഫാമേഷൻ പോലുള്ള കേസുകൾ. പിന്നെ ചില സ്റ്റാറ്റ്യൂട്ടുകളിൽ പോലീസിന് നേരിട്ട് കേസെടുക്കുന്നതിന് തടസ്സമുണ്ട്. പിന്നെ അതുപോലെ ഈ ബൈഗമി പോലുള്ള ഒഫൻസുകൾ, ഇത്തരം സംഗതികളിൽ പോലീസിന് കേസെടുക്കുന്നതിന് നിയമപരമായി ചില തടസ്സമുണ്ട്. അത്തരം ഒഫൻസുകളെ നോൺ കോഗ്നിസബിളിൻ്റെ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. നോൺ കോഗ്നിസബിൾ കാറ്റഗറിയിലേക്ക് വരുന്ന ഒഫൻസാണ് നമ്മൾ അലിജ് ചെയ്യുന്നതെങ്കിൽ അതിന് ഒരു സ്വകാര്യ അന്യായം കൊടുത്തെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ. അതെന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ 210, 223 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കോടതിയിൽ ഒരു പരാതി കൊടുക്കുന്നത്. അപ്പം അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നോൺ കോഗ്നിസബിൾ ഒഫൻസുകളാണെങ്കിൽ ഈ പറയുന്ന 210, 223 പ്രകാരം നേരിട്ട് കൊടുക്കാം. അതല്ല, കോഗ്നിസബിൾ ഒഫൻസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ അത് 173(4) പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം നമുക്ക് കോടതിയിൽ കൊടുക്കാം. അപ്പം അങ്ങനെ കൊടുക്കുന്ന ഇതിനകത്താണെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ 173(4) പ്രകാരമുള്ള തുടർ നടപടിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നതെങ്കിൽ, അതായത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, SP-ക്ക് കൊടുത്തു, എന്നിട്ട് നമുക്കൊരു പരിഹാരം കിട്ടിയില്ല, ഒരു കോഗ്നിസബിൾ ഒഫൻസാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി അയക്കണം എന്ന് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ റിക്വസ്റ്റ് ചെയ്യുന്നതിന് നടപടിക്രമം 173(4)ലാണ് പറയുന്നത്. അപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം അതെല്ലാം ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സത്യവാങ്മൂലം ഇതോടൊപ്പം ഹാജരാക്കുകയും, അങ്ങനെ ഹാജരാക്കുന്ന സത്യവാങ്മൂലത്തിൽ പോലീസിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോടതിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിന് ശേഷം 175(3) പ്രകാരം, അതാണ് പഴയ 156(3) പ്രകാരം ഒരു പോലീസിൻ്റെ സബ്മിഷനും കോടതിയുടെ അന്വേഷണത്തിനും കിട്ടിയതിന് ശേഷം ഇത് പോലീസിലേക്ക് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ കോടതിക്ക് അയക്കാം. ആ റിക്വസ്റ്റ് ചെയ്യണം എന്ന് ആക്റ്റിൽ പറയുന്നില്ല, ഞാനത് പറഞ്ഞതാണ്. നമുക്കങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ, കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ കോടതിക്ക് ഈ സത്യവാങ്മൂലം പരിശോധിച്ചിട്ട് സത്യവാങ്മൂലത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച 173(4) പറയുന്ന നടപടിക്രമങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും അതിനെ സംബന്ധിച്ചൊരു എൻക്വയറിയും, പിന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നൊരു സംഭവം സബ്മിഷൻ ഫ്രം ദി പോലീസ് ഓഫീസർ എന്ന് പറയുന്നുണ്ട്. സബ്മിഷൻ ഫ്രം ദ പോലീസ് ഓഫീസറാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. ഭേദഗതിക്ക് ശേഷം 175(3), 156(3)ൽ നിന്നും വ്യത്യസ്തമായി 175(3)ലേക്ക് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് സത്യവാങ്മൂലവും ഈ സബ്മിഷൻ ഫ്രം ദ പോലീസുമാണ്. സത്യവാങ്മൂലം ഇതിന് മുമ്പും തന്നെ പല കോടതികളും ആവശ്യപ്പെട്ടിരുന്നു. 156(3)ൻ്റെ കാലയളവിൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആവശ്യപ്പെട്ടിരുന്നു. അത് നമ്മൾ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അതിപ്പം 175(3)ൽ ആ സത്യവാങ്മൂലം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്മിഷൻ ഫ്രം ദ പോലീസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സബ്മിഷൻ ഫ്രം ദ പോലീസ് പലപ്പോഴും നമുക്ക് ഇനോർഡിനേറ്റ് ഡിലേ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായി തന്നെ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ 175(3)ൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അഫിഡവിറ്റിൽ
ആവശ്യപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മൾ പറയേണ്ടത്. ഇതിലൊരു പ്രാഥമികമായ അന്വേഷണം നടത്തുകയും അതുപോലെ അതിലുപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് സബ്മിഷൻ മെയ്ഡ് ഇൻ ദിസ് റിഗാർഡ്സ് ബൈ ദ പോലീസ് ഓഫീസർ എന്നാണ്. ഈ 175(3) അഫിഡവിറ്റ് ഇതിനെ സംബന്ധിച്ച് മജിസ്ട്രേറ്റ് പ്രാഥമിക അന്വേഷണം നടത്തുക. ആൻഡ് പിന്നെ അവൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആൻഡ് എന്നാണ്. ആൻഡ് സബ്മിഷൻ മെയ്ഡ് ഇൻ ദിസ് റിഗാർഡ് ബൈ ദ പോലീസ് ഓഫീസർ. ഇതാണ് അതിനകത്ത് കൂടുതലായിട്ട് വന്നിരിക്കുന്ന ഒരു അഡീഷൻ എന്ന് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ 210 പ്രകാരം ഒരു സാധാരണഗതിയിൽ ഒരു പരാതി ലഭിച്ചു എന്നിരിക്കട്ടെ. നമുക്ക് 210, 223 പ്രകാരമാണ് എല്ലാ പരാതികളും കൊടുക്കുന്നത്. അപ്പോൾ 210 പ്രകാരം ഒരു പരാതി ലഭിച്ചു, അത് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യുന്നില്ല എങ്കിൽ കോടതിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം 223 പ്രകാരമുള്ള ഒരു നടപടിക്രമത്തിലേക്ക് മജിസ്ട്രേറ്റിനെ കടക്കാമെന്നുള്ളതാണ്. അതായത് പരാതിക്കാരനെ വിസ്തരിക്കുക, സാക്ഷികളെ വിസ്തരിക്കുക, അവരുടെ മൊഴി രേഖപ്പെടുത്തുക, അവരുടെ ഒപ്പ് ഒക്കെ മേടിച്ചതിന് ശേഷം ഇതൊരു ഫിറ്റ് കേസാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് അടുത്ത തുടർ നടപടിയിലേക്ക് കടക്കാം. അല്ലെങ്കിൽ പോലീസിലേക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ അയക്കാം. അപ്പം പോലീസിൻ്റെ വാദിയുടെ മൊഴിയെടുക്കുക, സാക്ഷികളുണ്ടെങ്കിൽ സാക്ഷികളുടെ മൊഴിയെടുക്കുക. അതിനുശേഷം മജിസ്ട്രേറ്റിന് ഇതൊരു ഫിറ്റ് കേസാണെന്ന് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിനോട് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ അവിടെ വെച്ച് തന്നെ ഇത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇതിൻ്റെ തുടർ നടപടിയിലേക്ക് കടക്കാം. അതല്ല എങ്കിൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് മറ്റൊരു ഏജൻസിയിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യുകയും ചെയ്യാം. സ്വാഭാവികമായിട്ട് പോലീസിലേക്ക് അയക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ അത് സെഷൻസ് ഒഫൻസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. മജിസ്ട്രേറ്റ് ഒഫൻസുകളാണെങ്കിൽ അതേ രീതിയിൽ ചെയ്യാം. ഈ സെക്ഷൻ 225 പ്രകാരമാണ് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി അയക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അതിൽ ഈ സെഷൻസ് ഓഫൻസുകൾ അയക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. സെഷൻസ് ഓഫൻസുകളിൽ അതിൻ്റെ അടുത്ത നടപടിക്രമമാണ് മജിസ്ട്രേറ്റ് സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് ഫിറ്റ് കേസ് അല്ല, ഇത് പ്രൊസീഡ് ചെയ്യേണ്ട എന്ന് കാണുകയാണെങ്കിൽ ഈ മജിസ്ട്രേറ്റിന് തന്നെ 226 സെക്ഷൻ 226 പ്രകാരം ഈ പരാതി ഡിസ്മിസ് ചെയ്യാം, അഥവാ തള്ളി ഉത്തരവാവുകയും ചെയ്യാം. ഇനി 223 പ്രൊവൈസോ അനുസരിച്ച് ഒരു കോഗ്നിസൻസ് എടുക്കുന്നതിന് മുമ്പായിട്ട്, കോഗ്നിസൻസ് എന്ന് പറഞ്ഞാൽ അപ്ലൈയിങ് ജുഡീഷ്യൽ മൈൻഡ് എന്നാണ് അതിനകത്ത് സാധാരണഗതിയിൽ ഡിസിഷൻസിലും മറ്റും കാണുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് അപ്ലൈയിങ് ജുഡീഷ്യൽ മൈൻഡ് എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് എങ്ങും തന്നെ നിർവചിച്ചിട്ടില്ല. അപ്പോൾ ഈ കോഗ്നിസൻസ് എടുക്കുന്നതിന് മുൻപായി പ്രതിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം എന്നുള്ള ഒരു അഡീഷൻ സെക്ഷൻ 223 പറയുന്നുണ്ട്. അത് മുൻപുണ്ടായിരുന്ന സെക്ഷൻ 200-ലോ 202-ലോ അങ്ങനെ ഒരു വേർഡിംഗ് ഇല്ലായിരുന്നു, ഈ പ്രൊവൈസോ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് കംപ്ലൈനൻറ്റിൻ്റെ മൊഴിയെടുക്കുക, സാക്ഷികളുടെ മൊഴിയെടുക്കുക, അതിനുശേഷം കോടതിക്ക് പ്രതിയെ സമൻസ് അയച്ച് വരുത്താമായിരുന്നു. മുമ്പുണ്ടായിരുന്ന 200 അല്ലെങ്കിൽ 202 നടപടിക്രമം അനുസരിച്ചാണെങ്കിൽ ഇപ്പം ഈ 223 പ്രൊവൈസോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രൊവൈസോ പ്രകാരം കംപ്ലൈനൻറ്റിൻ്റെയും സാക്ഷികളുടെയും മൊഴിയെടുത്തതിന് ശേഷം കോഗ്നിസൻസ് എടുക്കുന്നതിന് മുൻപായി പ്രതിയെ വിളിക്കുകയും പ്രതിക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യണം. അപ്പോൾ ആ പ്രൊവൈസോ പ്രകാരം കോഗ്നിസൻസ് എടുക്കുന്നതിന് പ്രതിയെ കേട്ടതിന് ശേഷം മാത്രമേ, പ്രതിക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം മാത്രമേ കോഗ്നിസൻസ് എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു വ്യത്യാസം പുതിയ BNSS 223 പ്രൊവൈസോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഴയ 200-ലായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത. ഇത് പലപ്പോഴും ഒരു കൺഫ്യൂഷന് കാരണമാവുകയും പല കോടതികളും ഇതിനകത്തൊരു പ്രീ കോഗ്നിസൻസ് സ്റ്റേജിൽ, അതായത് കംപ്ലൈനൻറ്റിൻ്റെയും പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴിയെടുക്കുന്നതിന് മുൻപുള്ള ഒരു സ്റ്റേജിൽ തന്നെ പ്രതിക്ക് സമൻസ് അയക്കുന്ന ഒരു നടപടിക്രമം ചില കോടതികൾ അനുവർത്തിച്ചു വന്നിരുന്നു. അങ്ങനെ അനുവർത്തിച്ച് വന്നുകയും അതിനെ സംബന്ധിച്ച് ഒരു തർക്കം ഉണ്ടാകുകയും ചെയ്തപ്പോഴത്തേക്കാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഇതിനെ സംബന്ധിച്ച് ഒരു കേസ് വരികയും ആ കേസ് റിപ്പോർട്ട് ചെയ്തു വരികയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തന്നെ ആധാരമായത്. അത് 225(1) KLT 811 സുബി ആൻ്റണി വേഴ്സസ് സുഷ എന്ന് പറയുന്ന ഒരു കേസിൽ ഇതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൊടുക്കുകയും ചെയ്തു. അതനുസരിച്ച് ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കംപ്ലൈനൻറ്റിൻ്റെയും സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം ഇത് പ്രതിക്ക് സമൻസ് അയക്കുകയും ആ പ്രതി വന്നതിന് ശേഷം പ്രതിക്ക് പറയാനുള്ളതും കൂടി കേട്ടതിന് ശേഷം മാത്രമേ കോഗ്നിസൻസ് എടുക്കാവൂ എന്ന് വ്യക്തമായി പറയുന്നു. അപ്പം സാക്ഷികളുടെയും വാദിയുടെയും മൊഴി എടുത്തതിന് ശേഷം മാത്രമേ കോഗ്നിസൻസ് എടുക്കുന്നതിന് മുൻപായി പ്രതിക്ക് സമൻസ് അയക്കണം, അല്ലെങ്കിൽ പ്രതിക്ക് നോട്ടീസ് അയക്കണം, അല്ലെങ്കിൽ പ്രതിക്ക് പറയാനുള്ളത് കേൾക്കണം എന്നാണ് അതിൽ പറയുന്നത്. പ്രതിക്ക് പറയാനുള്ളത് കേൾക്കുന്നത് എപ്പോഴാണ്? വാദിയുടെയും സാക്ഷികളുടെയും മൊഴിയെടുത്തതിന് ശേഷം മാത്രമേ ആകാവൂ. അപ്പോൾ ഫിറ്റ് കേസല്ല എന്ന് തോന്നുവാണെങ്കിൽ തള്ളാം. പ്രതിയെ വിളിക്കുകയോ പ്രതിക്ക് പറയാനുള്ളത് കേൾക്കുകയോ ചെയ്യേണ്ട ഒരു ആവശ്യകത അതിൽ ഉദിക്കുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് ഒരു കംപ്ലൈൻറ്റ് കിട്ടിയാൽ ഉടനെ തന്നെ പ്രതിക്ക് സമൻസ് അയക്കാൻ പാടില്ല അല്ലെങ്കിൽ നോട്ടീസ് അയക്കാൻ പാടില്ല, അല്ലെങ്കിൽ പ്രതിയെ വിളിച്ചു വരുത്താൻ പാടില്ല എന്നാണ് 223 സംബന്ധിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ച റൂളിങ്ങിൽ പറയുന്നത്. ആ റൂളിങ്ങിൻ്റെ പ്രസക്ത ഭാഗം ഞാൻ ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയാം. പുതിയ ഭേദഗതി പ്രകാരം 223(1) പ്രൊവൈസോയിൽ പ്രതിയെ കേൾക്കാതെ കോഗ്നിസൻസ് എടുക്കരുത് എന്നാണ് പറയുന്നത്. എന്നാൽ 223(1) പരാതിക്കാരനെയും സാക്ഷികളെയും വിസ്തരിക്കണമെന്ന് പറയുന്നു. അതിനാൽ 223(1) നടപടി പൂർത്തിയാക്കിയതിന് ശേഷമേ പ്രതിക്ക് സമൻസ് അയക്കാൻ പാടുള്ളൂ. അപ്പോൾ പ്രീ കോഗ്നിസൻസ് സ്റ്റേജിലാണ് പ്രതി വരുന്നത് എന്നാണ് 223 പ്രൊവൈസോയിൽ പറയുന്നത്. അപ്പം ആ കോഗ്നിസൻസ് ഒന്ന് മാറ്റിവെക്കുന്നു, കോഗ്നിസൻസ് എടുക്കുന്ന നടപടിക്രമം ഒന്ന് മാറ്റിവെക്കുന്നു എന്ന് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. പ്രതിയെ കേട്ടതിന് ശേഷം കോഗ്നിസൻസ് എടുത്ത് അതിൻ്റെ തുടർ നടപടിയിലേക്ക് കടക്കാം എന്നാണ് അതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഈ ഡിസിഷൻ്റെ തന്നെ ലാസ്റ്റ് പാരഗ്രാഫിൽ ഇങ്ങനെയാണ് പറയുന്നത്: എ കംപ്ലൈൻറ്റ് ഈസ് പ്രസൻറ്റഡ് ബിഫോർ ദ മജിസ്ട്രേറ്റ് അണ്ടർ സെക്ഷൻ 223 ഓഫ് ദ BNSS. ഓൺ പ്രസൻറ്റേഷൻ ഓഫ് ദ കംപ്ലൈൻറ്റ് it would be the duty of the magistrate or concerned court to examine the complainant on oath. അപ്പോൾ എന്ത് കംപ്ലൈൻറ്റ് കിട്ടിയാലും കംപ്ലൈനൻറ്റ് ഷുഡ് ബി എക്സാമിൻഡ് ഓൺ ഓത്ത്, വിച്ച് വുഡ് ബി ഹിസ് ഓൺ സ്റ്റേറ്റ്മെൻറ്റ്. അതിനാണ് നമ്മൾ സോൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് എക്സാമിൻ ദ വിറ്റ്നസസ് പ്രസൻറ്റ് ഇഫ് എനി. സാക്ഷികളുണ്ടെങ്കിൽ സാക്ഷികളെ വിസ്തരിക്കാം. ആൻഡ് ദ സബ്സ്റ്റൻസ് ഓഫ് സച്ച് എക്സാമിനേഷൻ ഷുഡ് ബി റെഡ്യൂസ്ഡ് ഇൻ ടു റൈറ്റിംഗ്. അത് എഴുതിയെടുക്കുക. ദ ക്വസ്റ്റ്യൻ ഓഫ് ടേക്കിംഗ് കോഗ്നിസൻസ് വുഡ് നോട്ട് അറൈസ് അറ്റ് ദിസ് സ്റ്റേജ് ഓർ അറ്റ് ദിസ് ജംഗ്ഷർ. അപ്പോൾ കംപ്ലൈനൻറ്റിൻ്റെ മൊഴിയെടുത്തു, സാക്ഷികളുടെയും മൊഴിയെടുത്തു. കോഗ്നിസൻസ് എടുക്കാൻ പറ്റും എന്നിരുന്നാൽ തന്നെയും മുൻപെടുക്കാമായിരുന്നു. പക്ഷേ BNSSലെ 223 പ്രൊവൈസോ വന്നതിന് ശേഷം കോഗ്നിസൻസ് എടുക്കുന്നത് ഈ സ്റ്റേജിൽ പാടില്ല. പിന്നെന്ത് ചെയ്യണം? ദ മജിസ്ട്രേറ്റ് ഹാസ് ഇൻ ടേംസ് ഓഫ് ദ പ്രൊവൈസോ ഇഷ്യൂ എ നോട്ടീസ് ടു ദ അക്യൂസ്ഡ് ഹു ഈസ് ഗിവൻ ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ്. പ്രതിയെ വരുത്തുന്നു, പ്രതിക്ക് പറയാനുള്ളത് കേൾക്കുന്നു. അപ്പോൾ ഈ ഒരു നടപടിക്രമം കൂടെ ഇവിടെ വരുത്താറുണ്ട്. പ്രതിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. അതിനുശേഷം therefore notice shall be issued to the accused at the stage and after hearing the accused take cognizance and regulate it procedure thereof. അപ്പോൾ ആ വാദിയെ വിസ്തരിക്കുന്നു, സാക്ഷികളെ വിസ്തരിക്കുന്നു, കോഗ്നിസൻസ് എടുക്കരുത്, പ്രതിക്ക് നോട്ടീസ് അയക്കുന്നു, പ്രതി പറയാനുള്ളത് കേൾക്കുന്നു. അതിനുശേഷം കോഗ്നിസൻസ് എടുത്തിട്ട് സാധാരണ പോലെ തന്നെ പ്രൊസീഡ് ചെയ്യാം എന്നാണ് ഈ BNSS 223 പ്രൊവൈസോയെ സംബന്ധിച്ചുള്ള ലേറ്റസ്റ്റ് റൂളിംഗ്. എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം കാണാം. നന്ദി, നമസ്കാരം.